നമ്മുടെ ചാനൽ. അപ്പൊ നമ്മുടെ അടുത്ത വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അവിടെ ആൾ എത്തിച്ചേർന്നുണ്ടാകുന്നുണ്ട്. നാളെയും വിളിക്കാൻ പോയിട്ട് ഞങ്ങള് ഇല്ലില്ല വായ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്ന് കുറച്ച് നേരം വീഡിയോ എനിച്ചിട്ട് കുറച്ച് നേരമൊക്കെ ആയി. പക്ഷെ എന്തോ പണി എടുക്കാൻ തോന്നുന്നില്ല. അവരുടെ തട്ടിമുട്ടി കിടക്കാം. എല്ലാവരും ലൈഫിലുണ്ടാവും ഇങ്ങനെയൊക്കെ ഒരു ദിവസമല്ലേ, ഒരു മടിയുടെ ദിവസം. ചില ദിവസം നമുക്ക് ഭയങ്കര മടിയായിരിക്കും പണിയെടുക്കാൻ. ഇന്ന് ഈ പറഞ്ഞാൽ ഭയങ്കര മടി മാത്രമല്ല എന്തോ ഒരു സുഖമില്ലായ്മ. എനിക്കും അതെ, മനസ്സിന് എന്തോ ഒരു ടെൻഷൻ ഉണ്ട്. കുഞ്ഞു വെച്ചിട്ട് നമുക്ക് അമ്പലത്തിൽ പോവാം, മനസ്സിന് എന്തോ ഒരു സുഖമില്ല. അപ്പം ഞാൻ 2 ദിവസം ഇന്നെ കൂടി കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. നാളെ എങ്ങനെ ആയിട്ട് പോവാം, ഇന്നത്തെ കൂടെ ഒരു ദിവസം കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പൊന്നോട് വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഈ നേരം ഇപ്പം അമ്പലത്തിൽ പോയിട്ടൊക്കെ എപ്പോഴാണ് അങ്ങനെ പറഞ്ഞ് ഇരിക്കാട്ടാ. എന്താവും അന്യാനല്ല കുഴപ്പമുണ്ടാ? എനിക്കും മനസ്സിന് സുഖമില്ലായ്മയില്ല കേട്ടോ. എന്തായാലും മൊത്തത്തിലൊരു മൂകത ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണ് എന്ന് ചോദിച്ചാൽ അറിയില്ല, എന്തോ ഒരു മൂകതയുണ്ട് കേട്ടാ. എന്തോ ഒരു മൂകതയുണ്ട്. അനിയാനും കുഴപ്പമില്ല, എന്തോ എനിക്കെന്തോ ഒരു സുഖമില്ലാത്തൊരു ദിവസം. അപ്പോൾ വിചാരിച്ചു 2 പത്തിരി ഉണ്ടാക്കിയിട്ട് കട്ടൻ ചായ കൂട്ടി കഴിക്കാം. ഉണ്ണുകൾക്ക് നാളികേരപ്പാൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെ, എന്നും പുട്ടും കായലാകുമ്പോൾ അവർക്ക് മടുക്കല്ലേ. അപ്പോൾ ചെറുപ്പയറാണ് എന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് പിടുത്തമില്ല. എന്ത് ചെയ്യും ആശാനെ? എന്ത് ചെയ്യും? രാത്രിക്ക് നമുക്ക് ഇന്നത്തെ കഴിയട്ടെ, നാളേക്ക് നോക്കാം. എന്താ ചിക്കൻ ഉണ്ടല്ലോ, ഉണ്ടാവുമോ? അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് വേണം, പുട്ട് വേണം, എന്ത് വേണമെന്ന് തീരുമാനിച്ച് ലാസ്റ്റ് ഞങ്ങൾ തീരുമാനത്തിലെത്തി. നല്ല നാളികേരം ജീരകം ചുവന്നിലൊക്കെ ഇട്ട് നല്ലൊരു പത്തിരി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ പത്തിരിക്ക് മാവൊക്കെ കുഴച്ചിട്ട് ഞാൻ ആദ്യമൊക്കെ കുഞ്ഞു പത്തിരി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ വിചാരിച്ച് കുഞ്ഞു പത്തിരി ആകുമ്പോൾ കുറേ നേരം നിന്നിട്ട് അടുക്കളയിൽ നിന്ന് ഞാൻ ചുട്ടുണ്ടാക്കി എടുക്കണ്ടേ. അപ്പോൾ ആളെ വീതം ഓരോ പത്തിരി ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ കുണുക്കിക്ക് ഫുള്ളൊന്നും തിന്നില്ല. അപ്പോൾ അതിൻ്റെ പകുതി വേണമെങ്കിൽ ആരെങ്കിലും ഷെയർ ഇടാം. അപ്പോൾ ആളെ വീതം ഓരോന്ന് അങ്ങനെ 5 പത്തിരിയായിട്ട് ഞാൻ ഉണ്ടാക്കിയത്. പണി ചുരുക്കി എളുപ്പത്തിലാക്കിയതാണ്. അപ്പോൾ 5 പത്തിരി ഉണ്ടാക്കിയുള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കില്ല. അല്ലെങ്കിൽ ഞാൻ പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ കുറേ നേരമായിട്ട്. അപ്പോൾ അതിനായിട്ടാണ് ഇന്ന് പെട്ടെന്ന് കഴിഞ്ഞല്ലോ പത്തിരി ഉണ്ടാക്കില്ലെന്നൊക്കെ ചോദിച്ചോട്ടെ. അപ്പം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ ഇതിന് നമ്മളൊരു ചെറിയ പിഞ്ഞാണത്തിൻ്റെ അത്ര വലുപ്പത്തിലൊക്കെ ഉണ്ടാക്കാറ് കേട്ടോ. ഇന്ന് ഞാനപ്പോൾ വലിയൊരു പത്തിരിയിട്ട് അങ്ങനെ മൊത്തം 5 ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഞാൻ അപ്പുറത്തെ അടുപ്പത്ത് വെച്ചു. അടുപ്പ് നന്നായി എല്ലായിടത്തും തീ ഒരുപോലെ എത്തണില്ല. അപ്പോൾ ഞാൻ അവിടുത്തെ തട്ട് കൊടുത്ത് ഇപ്പുറത്ത് വെച്ചിട്ട് ഇതിലാട്ടാ ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ ഒരെണ്ണം കൊണ്ടിടും, പിന്നെ അടുത്തത് പോയിട്ട് പരത്തും, അപ്പോഴേക്കും അടുത്തതൊന്ന് മറിച്ചിടും. അങ്ങനെ കേട്ടോ. അപ്പോൾ ഈ വശമായി, അപ്പോൾ അത് മറിച്ചിട്ടു, പിന്നെ പോയിട്ട് പരത്തും. അങ്ങനെ ആയിട്ട് പെട്ടെന്ന് നമ്മൾ 5 പത്തിരി ആയതറിഞ്ഞു. പിന്നെ ഓൾറെഡി നമ്മൾ തിളച്ച വെള്ളത്തിൽ കുഴയ്ക്കണതിനും ഓൾറെഡി മാവൊക്കെ വെന്ത് കാണും. പിന്നെ ഇതിൽ ജസ്റ്റ് ഒന്ന് ചുട്ടെടുക്കുക എന്നുള്ളൊരു പരിപാടിയുള്ളൂ കേട്ടോ. അപ്പോൾ ഈ പത്തിരിക്ക് എപ്പോഴും ടേസ്റ്റ് ചിക്കൻ കറിയും ബീഫൊക്കെയാണ്. പക്ഷേ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് നാളികേരപ്പാൽ കൂട്ടിയിട്ടാണ് ഞങ്ങൾ പത്തിരി കഴിച്ചത്. അപ്പം ഞാൻ നാളികേരം വീണ്ടും പൊതിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറത്ത് പോയി വന്നിട്ട്. അപ്പോൾ ഞാൻ 4 ചുവന്നുള്ളിയൊക്കെ നന്നാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനേട്ട എന്തൊക്കെയോ സംസാരിക്കേണ്ട അടുത്ത് വന്നിട്ട് ചുട്ടിൽ എന്തൊക്കെയോ പറയുന്നത്. ഞങ്ങളുടേതായ കുഞ്ഞു രഹസ്യങ്ങൾ എന്താ വെച്ചാൽ കുണുക്കുമ്പോൾ കുഞ്ഞിനൊക്കെ ഉറങ്ങുമോ. അപ്പോൾ ഞങ്ങൾ മാത്രമല്ല, അപ്പോൾ ഞങ്ങളുടെ രണ്ടാളെങ്കിൽ ഓരോ രഹസ്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന് ഇങ്ങനെ സംസാരിച്ച് എൻജോയ് ചെയ്തിട്ട് കേട്ടോ ഞങ്ങൾ അടുക്കളയിൽ പണിയെടുക്കുക. അതൊരു പ്രത്യേക ഒരു രസമാട്ടോ. പിന്നെ പിള്ളേരൊക്കെ ഉറങ്ങിയായിരിക്കും. പിന്നെ ഞങ്ങളുടെ ഒരു ലോകമാണ് ഞങ്ങളുടെ ഒരു അടുക്കള കേട്ടോ. പിന്നെ പൊന്നു ഷേപ്പിങ് കാർത്തൊന്നും ഇല്ല, ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ഞങ്ങൾ രണ്ടാൾ എപ്പോഴാണ് വരെ പോയി കുത്തിപ്പൊക്കി ഏൽപ്പിക്കുന്നത് വെച്ചാൽ അപ്പളേ 3 എനിക്കുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും പതുക്കെ എണിച്ച് കഴിഞ്ഞാൽ അപ്പം കുരുത്തക്കേടും. പിന്നെ അപ്പേനെ എൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുപോകും. അപ്പം അച്ഛാന്ന് വിളിച്ചിട്ട് അനിയേട്ടനെ അവർ വിളിച്ചു കൊണ്ടുപോകും. അപ്പോൾ അനിയേട്ടൻ പിന്നെ അവരുടെ ആവും. അപ്പോൾ ഇത് ഈ നേരമൊക്കെ എനിക്ക് അനിയേട്ടൻ എൻ്റെ മാത്രമായിട്ട് നിൽക്കുന്നതായിട്ട് ഇഷ്ടം. അങ്ങനെ ശല്യം ഉണ്ടെച്ചിട്ട് ഉറങ്ങുന്നുണ്ട്. അത് കുറച്ച് ദിവസം കൂടെയുള്ളൂ. അത് ഞാനൊക്കെ തല്ലി അനുഭവിക്കും ഞാൻ. പിന്നെ കുറച്ച് എൻജോയ് ചെയ്തിട്ട് ഉറങ്ങട്ടെ ഇത് ഞാനും കരുതി. അങ്ങനെ പിന്നെ കുണിക്കും കുഞ്ഞിനൊക്കെ പാതിരയ്ക്ക് വന്ന് 1 മണി 2 മണിക്ക് ഇവർ കിടന്ന് ഉറങ്ങണമെന്നുണ്ട്. ഞാൻ രണ്ടും കിടന്ന് ഉറങ്ങും കേട്ടോ. ഇവരൊക്കെ എപ്പോഴാണ് വന്ന് കിടക്കണമെന്നൊന്നും ഞാൻ അറിയാറില്ല. അങ്ങനെ ഞങ്ങളുടെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ പത്തിരി ഉണ്ടാക്കിയിരിക്കുന്ന ആശാനെ എങ്ങനെയുണ്ട്?
പത്തിലും തേങ്ങാപ്പാലാണ് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. പക്ഷെ നൈസ് പത്തിരിക്കാ ടേസ്റ്റ് കിട്ടില്ല. അതിന് എന്താണ് അടുത്തില്ല എനിക്ക് സ്പെഷ്യൽ ഇലയിലാണോ വെച്ചാൽ സ്പെഷ്യലായിട്ടൊന്നുമല്ല, ചുട്ട് വെച്ച പാത്രത്തിലാണ് എടുത്തത്. ഞാൻ 5 പത്തിരി, 5 ആളുള്ളൂ. അപ്പൊ 5 പത്തിരി, 5 പത്തിരി ഇട്ടാ. ഞാൻ 5 ആളാണ്. കഴിച്ചോട്ടെ. നല്ല ചിക്കൻ കറിയല്ല. അപ്പൊ ഇന്ന് മടിയുള്ള ദിവസം, മടിച്ച് നടക്കുന്ന ദിവസം അല്ലേ? ഞാനും മടിയല്ല, ഞാൻ പിന്നെ മടിയിൽ പങ്ക് ചേർന്നതാ. സത്യം. എനിക്കങ്ങനെ മടിയൊന്നും തോന്നുന്നു. അയ്യടാ, അപ്പൊ പറഞ്ഞ മടിയിൽ പങ്ക് ചേർന്നത്. അല്ല, ചില ദിവസം എനിക്ക് മുഖം ഉണ്ടാവാറില്ല. എനിക്കങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ. ഇന്ന് എനിക്ക് എന്തൊരു സുഖമില്ല കേട്ടോ. ഞങ്ങള് ചായ കുടിച്ച് പിന്നെ കുറച്ചു നേരം കുടിക്കുന്ന പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങള് പിള്ളേരെ പേശിക്കുന്നതാണ്. അപ്പൊ ഇനി ചോറ് നേരത്തെ തിളപ്പിച്ച് വിട്ടിട്ടിരിക്കുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഒരു മുട്ടച്ചോറ്, അവർക്ക് പറ്റിയ കറികളൊന്നുമില്ല. അപ്പൊ തട്ടിക്കൂട്ടി അവർക്ക് പറ്റിയൊരു മുട്ടച്ചോറുണ്ടാക്കി കഴിച്ചു. പിന്നെ ഞങ്ങൾക്ക് ഉപ്പേരി വളരുന്നു അല്ലേ? നീ മേടിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇന്നലെ 3 അയിലക്ക് 170 രൂപ. മീനൊക്കെ ഭയങ്കര വില. 3 അയില 170 രൂപയ്ക്ക് എത്ര ദിവസം ഇങ്ങനെ പോയാൽ ഇന്നൊരു തട്ടിക്കൂട്ടിയിട്ടുള്ള പരിപാടിയാണെന്ന് വെച്ചു. ഇന്നലെ സവോള നീ വാർത്തയ്ക്ക് നമുക്ക് പയറുപ്പേരും കൂടി ബ്രേക്ക്ഫാസ്റ്റാ ലഞ്ച് ഉച്ചത്തെ ഫുഡിന് ബ്രേക്ക്ഫാസ്റ്റിന് രാവിലത്തെ എല്ലാവരും ഉച്ചത്തിന് ലഞ്ച് മുട്ടച്ചോറ്. വലിയ വൃത്തൊന്നുമില്ല, കാണിച്ചോട്ടുള്ള അപ്പൊ ആദ്യം കൊടുക്കാൻ കൊടുക്കുക. അങ്ങനെ ഇത് എല്ലാം വിട്ടുള്ള പോലെ ചെറിയ മടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും അടുക്കളയിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്ര നേരത്തെ പണി എന്താ വെച്ചാൽ കുണുക്കി പഠിപ്പിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞു മക്കൾക്ക് പറ്റിയ ഒരു റൈസാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ അവർക്ക് വേറെ ഒന്നും വേണ്ട. ഈ ഒരു റൈസിനെങ്കിൽ വേറെ നിറയെ ചോറിന് കിട്ടും. തക്കാളി സബോള നന്നായി വണക്കുക, വേറെ ഒന്നും വേണ്ട. നന്നായി വാടി വന്നിരിക്കും. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പിടുക, നന്നായി ഉടച്ചു കൊടുക്കുക കേട്ടോ. അത് ഉടഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യം എത്ര കോഴിമുട്ട ഉണ്ടെന്ന് വെച്ചാൽ അത്രയും കോഴിമുട്ട ഇട്ട് നന്നായി കൊത്തി പൊരിക്കട്ടെ. അതിന് കുറച്ച് ചോറിട്ട് കൊടുക്കുക, ഉപ്പ് വേണമെങ്കിൽ തരും കൂടി ഉപ്പിട്ട് കൊടുക്കുക. അടിപൊളി റൈസാട്ടാ. പൊന്നൂന് ഇഷ്ടമാണ്, കുഞ്ഞിന് ഇഷ്ടമാണ്, കുണുക്കിന് ഇഷ്ടമാണ്, കുണുക്കിക്ക് എല്ലാവർക്കും ഇഷ്ടമാട്ടാ. ഈ കറി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട കേട്ടോ. ഇന്നലെ കുണുക്കൻ കുറേ ദിവസം ആവശ്യം കുറേ ചോറുണ്ട് കേട്ടോ. കുണുക്ക് ബർഗർ എന്ന് പറഞ്ഞാൽ രാത്രി ആകുമ്പോൾ അവന് ഈ വക സാധനങ്ങൾ വേണ്ട. ബർഗർ വളരെ കുഞ്ഞപ്പം ഉണ്ടാക്കി കൊടുത്തോളൂ ബർഗർ. അങ്ങനെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന റൈസാണ് ഉണ്ടാകുന്നത്. സ്കൂളിൽ കൊടുത്തേക്കാനായാലും വീട്ടിൽ കറികൾ ഇഷ്ടമായിരിക്കും ഉണ്ടാക്കി കൊടുത്ത് നന്നായി കുട്ടികളൊക്കെ കഴിക്കട്ടെ. ഈ റൈസിൻ്റെ കളർ തന്നെ കണ്ടോക്കി. കറി മസാല ഒക്കെ ഇട്ട വേറൊരു ടേസ്റ്റാണ് കൂട്ടാ. അപ്പം ഇങ്ങനത്തെ തട്ടിക്കൂട്ടി ഫുഡാണ് കേട്ടോ. തട്ടിക്കൂട്ടി ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ വെച്ച് കൊടുക്കാം. കുണുക്കനും കുടുക്കിക്ക് മുട്ടച്ചോറ്, ഞങ്ങൾക്ക് ചെറുപ്പയർപ്പേരും ഒരു ഓംപ്ലേറ്റും. പിന്നെ ഇന്നലത്തെ മീൻ വറുത്തിരിക്കുന്നില്ല. റൂമിൽ ഇന്ന് മക്കളെ ചൂടാണ്. കുഞ്ഞിനെ വിളിച്ചാൽ അമ്മ വിളിക്കണ്ടാണ്. അപ്പൊ നമ്മള് ഉപ്പേരി കാച്ചണം. നാളെയും കിട്ടുന്ന ഫ്രിഡ്ജിലുണ്ട് വേണമെങ്കിൽ. ഒരു ചുവന്ന പ്ലേറ്റിലുണ്ടായിരുന്നു കിട്ടും. ഒരു ചുവന്ന പ്ലേറ്റിലുണ്ട്. നിങ്ങളുടെ മുട്ടച്ചോറ് നിങ്ങൾ കൊണ്ടിട്ട് കഴിച്ചേ 3 ആളും. ഞങ്ങൾക്ക് ഉപ്പേരി ഇപ്പൊ വെച്ചല്ലേ.
അത് തണുപ്പ് കൂടുതലാണ് അപ്പോൾ ഫ്രിഡ്ജ് വെളിച്ചെണ്ണല്ലേ കയ്യ തട്ടി മുകളിലുണ്ടാ ചേച്ചാൻ പറ്റി പോയില്ലേ അല്ല ഒരു പക്കുണ്ടാണ് പയർ വേവ് കൂടിയിട്ടൊന്ന് അത് വിസിലടിച്ചില്ല അതുണ്ടായത് വിസിലെല്ലാം എന്താ ഉണ്ടായില്ല വിസിലടിച്ചില്ല എന്റെ കലവരുതായിരുന്നു കുക്കർ വിസിലടിച്ചില്ല തട്ടി കൂട്ടിയിട്ടൊന്ന് ഇത് കാച്ചിയതും ഒരു ദിവസം അങ്ങനെ പൊട്ടുന്നതാണ് കേട്ടോ. തീർച്ചയായിട്ടും നമ്മള് അത് ഞങ്ങൾ ഇങ്ങനെ കഴിച്ചിട്ട് നമ്മളിപ്പോ വീഡിയോ ഒക്കെ എടുക്കാൻ പറയുമ്പോൾ നമ്മളൊരു ആദ്യം 2 ഗൾഫിലാകുമ്പോൾ നമ്മളൊരു പേര് 60 കറിയൊക്കെ ഉണ്ടാവും. പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ മറ്റു നാട്ടിലതിന് ശേഷം അച്ഛൻ ഗൾഫിലുള്ളപ്പോ നമ്മള് ഉപ്പേരി മാത്രം ഉണ്ടാവുള്ളൂ. അതിനകത്ത് ഗൾഫിലപ്പോ ഞാൻ കൂടുതൽ ഉപ്പേരി മീൻ ആയിരുന്നു കേട്ടോ. ആ സമയത്ത് ഓംപ്ലേറ്റ് ആയിരുന്നല്ലോ. പിന്നെ സാമ്പാറും മീൻ മേടിച്ചില്ല. സാമ്പാറും ഇതാണ് സാമ്പാറും ഉപ്പേരിക്ക്. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് പോകുമ്പോഴും ഞാൻ എൻ്റെ ഡ്രസ്സ് തയ്ച്ചേരിന് കുഴപ്പമില്ലാണ്ട് ഞങ്ങൾ ജസ്റ്റ് എല്ലാവരും കൂടി പുറത്തേക്ക് വന്ന് കേട്ടോ. എല്ലാവരും ചിലപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. കുളിക്കുക അനിയേട്ടൻ കുഞ്ഞ് ഞാൻ കുഞ്ഞ് ഷേപ്പിങ് കാത്തും സ്പ്രാറ്റില്ല കേട്ടോ. അപ്പോൾ അവർ ചിലപ്പോൾ നാളെ വരുന്നുണ്ടാവും. മറ്റന്നാൾ വർക്കുണ്ട്. അപ്പോൾ നാളെ വരും. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഡ്രസ്സ് തയ്ച്ച് ഞാൻ എപ്പോഴും അയൺ ചെയ്തിട്ടുള്ള ഒരാളൊന്നും അല്ല കേട്ടോ. ഞാൻ ഞാനായിട്ട് ചെയ്തറിയാം. നിനക്കതൊന്നും തയ്ച്ചിട്ട് ഇട്ടുകൂടെയൊന്നും ചെയ്തറിയില്ല. ഞാൻ എൻ്റെ തയ്ച്ചതിനും കുണിക്കലും അവരെ ഡ്രസ്സ് അയൺ ചെയ്തിട്ടേ ഞാൻ അവർക്ക് ഇട്ടുകൊടുക്കും. അത് ഇന്നൊന്നല്ല കേട്ടോ, ഏത് കാലഘട്ടത്തിലും. അത് കുഞ്ഞിന് സ്കൂൾ പോകുന്ന കാലത്തായാലും അവരുടെ ഡ്രസ്സായാലും അയൺ ചെയ്യാണ്ട് ഒരു ദിവസം പോലും അവർ പോയിട്ടില്ല. അവർ വലുതായതിന് ശേഷം പിന്നെ അവർ അയൺ ചെയ്യാൻ തുടങ്ങി. അതായിരിക്കും ഞാൻ അയൺ ചെയ്ത് കൊടുത്തിട്ട്. അതായിരിക്കും കുട്ടികളുടെ ഡ്രസ്സ് നിർബന്ധമാണ്. അത് ആൺകുട്ടികളുടെ പെയിൻറ്റിനൊക്കെ ആകുമ്പോഴേ ചൂട് കൊടുക്കുന്ന ഇട്ട് കഴിഞ്ഞാൽ ഒരു ഇതുണ്ടാവില്ല. കാരണം പിള്ളേരുടെ ഡ്രസ്സ് തയ്ച്ചിട്ടുണ്ട് കേട്ടോ, നിർബന്ധമാണ്. അപ്പം ഞങ്ങൾ ഈ റൂമിൽ അധികം പേരധികം കാണുന്നുണ്ടാവില്ല. ഇത് ഞങ്ങൾ ഡ്രസ്സ് തിരുമ്പി ഇത് കൊണ്ടിടും, മടക്കി ഇത് ഇവിടെ വയ്ക്കുന്നുണ്ടാവും. എല്ലായിടത്തും പോയി വന്ന ഡ്രസ്സ് മുഷിഞ്ഞത് ഇവിടെ ഊരിയിടും. അയൺ ചെയ്യുന്ന റൂം ഒക്കെ കൂടിയിട്ട് റൂമാട്ടോ. പക്ഷേ ഇത് റൂം കുഞ്ഞിൻ്റെയാണ്. പിന്നെ ഞങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഇതിന് അവിടെ എന്തായാലും എടുക്കണില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ നമ്മുടെ കുടുംബാൻ്റെ ഡ്രസ്സ് തയ്ച്ച് കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് പുറത്തേക്കാണ് ഇറങ്ങാനാണ്. എൻ്റെ ഡ്രസ്സ് ഡ്രൈ ക്ലീനിങ്ങിന് അതിൻ്റെ ഡ്രസ്സ് നമ്മൾ തിരുമ്പും, ഷർട്ടും കൊണ്ടൊക്കെ തിരുമ്പും. ചിലതൊക്കെ കഴുകാൻ കൊടുക്കാറുണ്ട്. ഇപ്രാവശ്യം ഒക്കെ തിരുമ്പിയിട്ട് തേക്കാനോ കൊടുത്തു കേട്ടോ. എന്താ വെച്ചാൽ അത്രയും ഡ്രസ്സ് തയ്ച്ച് കഴിയുമ്പോൾ നമുക്കും കറണ്ട് ബില്ല് ഒരു സംഖ്യയാവും. അതിന് പേര് നമുക്ക് തേച്ചിട്ട് അങ്ങനെ കൊണ്ട് വയ്ക്കില്ല. പതിവാന് വേണ്ട ഡ്രസ്സ് ഞങ്ങളൊക്കെ തുക്കട, ഞങ്ങളൊക്കെ ഇങ്ങനെ കൈ കൊണ്ട് തയ്ച്ചു. എന്നിട്ട് പിന്നെ ചില തുണികൾ കൈകൊണ്ട് കഴുകാൻ പറ്റാത്തത്. അതെ, അച്ഛൻ്റെ എൻ്റെ ഡ്രസ്സൊക്കെ നല്ല നല്ല വൈറ്റും കാര്യങ്ങളൊക്കെ ആകാനേ അങ്ങനെ കൈ കൊണ്ട് കണ്ട ഒറ്റ പ്രാവശ്യത്തുള്ള ഡ്രസ്സ് 600-700 രൂപ കൊടുത്ത് മേടിക്കണം. പെട്ടെന്ന് കേടുവരും ഡ്രസ്സുകൾക്ക്. ഒരു തുണികളൊന്നും നല്ല തുണിയില്ല. വില കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് 600-700 ഒരു ആവറേജ് കുഴപ്പമില്ലാത്ത റേറ്റൊക്കെ ഉണ്ട് കുട്ടികളുടെ ഡ്രസ്സിന്. പക്ഷേ ഒറ്റ കേടുകളിന് 50 ആവും ഡ്രസ്സ് തുണികൾ. ചിലത് മാത്രമേ നമുക്ക് കുറേ യൂസ് ചെയ്യാൻ പറ്റില്ല. അതും ചിലത് മാത്രം. സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ എടുക്കാമല്ലോ ഒരു പീച്ച് കളർ, ഒരു മഞ്ഞ കളർ കുഞ്ഞിടാണ്ട് 1000 രൂപ. ഇന്നലെ കറുപ്പ് നാള് കറുപ്പ് ഇത് അതൊക്കെ ഈട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് അതൊക്കെ ഈട് നിൽക്കുന്നുണ്ട് കേട്ടോ. എത്ര കഴിഞ്ഞിട്ടായാലും നമുക്ക് യൂസ് ചെയ്യാം. അതിനനുസരിച്ച് 300 രൂപയുള്ളൂ. 299 രൂപ 1000 ടോപ്പും കിട്ടും, രണ്ടും കൂടി കിട്ടും കേട്ടോ. പക്ഷെ നല്ലതാ. അതിന് ചിലത് സ്റ്റുഡിയോയിലെ അങ്ങനെ കുട്ടികൾ വലിയ കുഴപ്പമില്ലാണ്ട് പോകാൻ കേട്ടോ. നമ്മൾ കൂടുതൽ സ്റ്റുഡിയോ തന്നെയാണ് പിള്ളേർക്ക് എടുക്കൽ. പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ മാത്രമാണ് ചില നേരത്തോമ്പളേ കുട്ടികളിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പെൺകുട്ടികളുടെ ഡ്രസ്സ് ഓൾറെഡി സെലക്ഷൻ കുറവാണ് അവിടെ. ചെറിയ ഒരേ മോഡൽ തന്നെ വരുന്നുള്ളൂ. പിന്നെ കുട്ടികൾക്ക് കുറവാണ് വരുന്നത്, തീരില്ല. ഇനിയിപ്പോൾ തീരുന്നതാണോ എന്തായാലും എവിടെ പോയെങ്കിൽ കുണുക്കന് കിട്ടും. കുണുക്കിക്ക് അങ്ങനെ അധികം കിട്ടാറില്ല കേട്ടോ. തീരുന്നതാണോ എന്താണോന്നും അറിയില്ല. ശിവേശം പോയപ്പോൾ ഞങ്ങളുടെ പ്രായമുള്ളവർക്കൊക്കെ ഇഷ്ടംപോലെ വന്നുണ്ട് കേട്ടോ. വലിയവർക്കൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് കേട്ടോ. സമൃദ്ധി അത്ര നാളെ അന്വേഷണം കിട്ടിയിരുന്നു. ഇപ്പോൾ അന്വേഷണം അവിടെ നിന്ന് ഷർട്ട് കിട്ടി തുടങ്ങിയിട്ട് നല്ല നല്ല ഷർട്ട് 600 രൂപയ്ക്കൊക്കെ പറഞ്ഞാൽ
നല്ല ലുക്കുള്ള ഷർട്ടുകൾ, അതാണ് കാര്യം. ഇതൊക്കെ തേക്കാൻ പറഞ്ഞാൽ ഭയങ്കര വലിയ, എത്ര നേരം ഇട്ടിട്ട് അമർത്തണമെന്ന് അറിയോ, ഇതിൻ്റെ ചുളിവൊന്ന് മാറി കിട്ടണമെങ്കിൽ. 5 മിനിറ്റത്തേക്കല്ല നമ്മൾ തേച്ചിട്ട് കൊടുത്താൽ ചുക്കി ചുളിയിച്ചുണ്ടാക്കിയുള്ളൂ. എന്നാലും നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ കുട്ടികളൊന്ന് വൃത്തിയിൽ പോലത്തിന് കൊണ്ട് നടക്കണ്ടേ. ചില സാധനം നമ്മൾ മേടിക്കുമ്പോൾ പെട്ടെന്ന് കംപ്ലൈൻറ്റ്, ഇപ്പോൾ ചെരുപ്പായാലും എൻ്റെ ചെരുപ്പ് മേടിച്ചിട്ട് അധികമായിട്ട് പെട്ടെന്ന് രണ്ടെണ്ണം കംപ്ലൈൻറ്റ് ചെയ്യും. അത് യൂസ് ചെയ്തിട്ട് പോലില്ല. ചില സാധനമൊക്കെ ഒരു വർഷം സുഖമായിട്ട് ഓടും, ചിലത് ഈടും നിൽക്കില്ല. ഇത് ഏകദേശം എല്ലാം അമ്മമാരുടെ പരാതിക്ക് ഇതെനിക്ക് ഇനി ആയിരിക്കും അല്ലേ. അല്ല കുട്ടികൾക്ക് ഡ്രസ്സ് എടുത്തിട്ട് നമ്മൾ ശരിക്കും തോൽക്കുക. ഇന്ന് ചിലപ്പോൾ എനിക്ക് ലോട്ടറി അടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ദൈവമേ, ഇന്നലെ നീ ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രി ഫുള്ള് ഞങ്ങൾ വിഷു ബമ്പറിൻ്റെ കഥകളായിരുന്നു. നീ കേട്ടോ വിഷു ബമ്പർ അടിച്ചാൽ എന്തൊക്കെ ചെയ്യുന്നുള്ള കഥകളായിരുന്നു ഞങ്ങൾ. ഇതാരും എനിക്ക് ചെയ്താൽ തൃപ്തിയാവില്ല. അപ്പോൾ ഇവരെങ്ങനെയും പോകുമ്പോൾ കുറച്ച് കഷ്ടപ്പാടാണ് ഇവരെ ഡ്രസ്സ് വിളിക്കാനും പിടിക്കാനും. ഇപ്പം ഇന്ന് ക്യാമറ ഓണാക്കിയാലും നല്ല കുട്ടികളായിട്ട് ഓടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഡ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് ഇട്ടതിൻ്റെ ശേഷമാണ് ഇവർ മേക്കപ്പ് ചെയ്യട്ടെ. കുണിക്കിനെ പിന്നെ കുണിക്കിനെ തന്നെ മേക്കപ്പ് ചെയ്യും. എന്നാലും ചില ദിവസം കുണിക്ക് ഒരു മടിയുണ്ട്. പക്ഷേ ഇപ്പോൾ കുണിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു കേട്ടോ. കുണിക്ക് ഇപ്പോൾ തീരെ ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കണില്ല, ഭയങ്കര ഡ്രൈ ചുമ. എന്നിട്ട് ഇന്നലെ രാത്രി ഞങ്ങൾ ഈ വീഡിയോയിൽ ലാസ്റ്റ് പുറത്തൊക്കെ പോയി വന്നതിന് ശേഷം ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്. ഛർദ്ദിക്കാന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല കേട്ടോ, ചുമച്ചിട്ട് ഇങ്ങനെ ഛർദ്ദിക്കുക, ഡ്രൈ ചുമയിട്ട്. ആ കുഞ്ഞിനെ സമയത്ത് ചുമയില്ല, ആ ചുമ ഇപ്പോൾ കുണിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഡോക്ടറെ കാണിച്ചിട്ടുണ്ട് ഇന്നലെ. ആ മരുന്ന് വെച്ചതിന് ശേഷം ഒന്ന് കുറവുണ്ട് കേട്ടോ. അങ്ങനെ കുണുക്കൽ നമ്മളൊരു ബേബി ക്രീമൊക്കെ തേച്ച് ഫേസിൽ കുണുക്കിക്ക് ഇതേ ക്രീമൊക്കെ പരട്ടി കുണുക്കിക്ക് ചുമയിലാണ്. ഞാൻ തല നനച്ചില്ല, ഡോക്ടറെ കാണിച്ചിട്ട് ഇന്ന് ഇപ്പം എണ്ണ വെച്ചിട്ടൊക്കെ കുളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേണ്ട അങ്ങനെ ഞങ്ങളുടെ കുണിക്കുമ്പോൾ തുറക്കണമെങ്കിൽ ഞാൻ ആ മുടി വെട്ടണോ വേണ്ടേ എന്നുള്ളൊരു ആലോചനയിലാണ്. സത്യം പറഞ്ഞാൽ എന്താ വെച്ചാൽ മുടി നനഞ്ഞ മുടി കെട്ടിച്ച് പോകാനും പിന്നെ ചിക്കർത്താനും ഒന്നിനും കുണിക്ക് സമ്മതിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. കുണിക്ക് മുടിയുമ്പോൾ തൊടുമ്പോൾ ഒരു തരം പ്രാന്ത്. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക പുറത്തേക്ക് പോകാനുള്ള പരിപാടി. ഇവർ രണ്ടാളും മേക്കപ്പ് ചെയ്തിട്ടതിന് ശേഷം വേണം എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ ജസ്റ്റ് പോകുന്ന പോകുമ്പോൾ മേക്കപ്പൊക്കെ പെട്ടെന്ന് ആയിട്ട് എനിക്കൊരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ ഞാൻ മേക്കപ്പ് ചെയ്ത് കൊടുക്കും. ഇല്ല കേട്ടോ, എനിക്കൊരു കല്യാണത്തിന് പോകാനും 10-15 മിനിറ്റ് അതിന് കൂടുതൽ എനിക്ക് മേക്കപ്പ് ചെയ്യാനുള്ള ടൈമാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് വേണ്ട. ഇപ്പോൾ കുന്നോളൊക്കെ പോകണമെങ്കിൽ ജസ്റ്റ് ഒരു 5 മിനിറ്റത്തെ ഒരു മേക്കപ്പും കാര്യങ്ങളുള്ളൂ. ഇനിയിപ്പോൾ ഒരു കല്യാണത്തിന് പോകണമെങ്കിൽ നേരെ ഒരു 10-15 മിനിറ്റ്, അതിന് കൂടുതലൊന്നും. ഒരാളിനെ ട്രോള വന്നിരിക്കുകയാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. അങ്ങനെ ഇതേ നമ്മുടെ ഇവിടെ ഒരാളിവിടെ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കേണ്ട അപ്പുറത്ത് ആൾക്കാണ് ഏറ്റവും കൂടുതൽ നേരം കേട്ടോ. പൊന്നോ, എന്താണ് ആളുടെ അഭിപ്രായം? പറഞ്ഞോ? ആരില്ല, പറഞ്ഞോ, പറ. ഈ സൈഡിൽ അഞ്ഞേട്ടനപ്പോ തോരാനേട്ട കുഞ്ഞിനെയാന്ന് വെച്ചിട്ടാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ കുഞ്ഞനല്ല അഞ്ഞേട്ടൻ. എൻ്റെ പൊന്നോ, ആ ഷർട്ട് മതിയോ? ഈ അടുത്തൊരു പീടിയേക്ക് പണങ്ങിടക്ക് എന്നോട് വന്നിട്ട് ഈ ഷർട്ട് മതിയോ, ഈ മുണ്ടും മതിയോ, ഇങ്ങനെയൊക്കെ ചോദിച്ചതിന് ശേഷം എന്നിട്ട് അത് ഇടുള്ളൂ കേട്ടോ. ഞാൻ അങ്ങനെ ഇതിനുള്ളത് ഏതെങ്കിലും എടുത്തൊന്നും ഇട്ട് എനിക്ക് പുറത്തെ ഏതാ സുഖം അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് വല്ല ഫംഗ്ഷനും ആകുമ്പോഴേക്കാട്ടോ എന്നോട് ഞാൻ ചോദിക്കുന്നത് ഏതാ വേണ്ടതെന്ന്. ഇത് കുന്നോളം പോകാൻ ഇവിടെ അടുത്ത് സൂപ്പർ മാർക്കറ്റിൽ പോകാനടക്കം എന്നോട് ചോദിക്കും ഏത് ഡ്രസ്സ് ഉണ്ടെന്ന്. അങ്ങനെ നമ്മൾ അയ്യോ എൻ്റെ പൊന്ന് സുഖിച്ചങ്ങട്. അങ്ങനെ നമ്മുടെ കുടിക്കുമ്പോൾ പൂമ്പാറ്റ കെട്ടൊക്കെ ശരിയായിട്ട് ശരിക്കും പൂമ്പാറ്റ പോലെ വരുന്നുണ്ടല്ലോ ചേട്ടാ കറക്റ്റ്. പക്ഷേ ഇന്നലെ കെട്ട സമയക്കേട്ട ഇന്നലെ കെട്ട സമയത്ത് അച്ഛൻ ഡ്രസ്സ് വരെ പെണ്ണുങ്ങൾ നോക്കാനാന്ന്. അച്ഛൻ ഡ്രസ്സേ നല്ല ഭംഗിയുള്ളത് നോക്കണമെങ്കിൽ പെണ്ണുങ്ങൾ നോക്കാനാവുന്നു. ഞാൻ ഇതൊരു മോയ്സ്ചറൈസ് ക്രീം അയച്ചു കേട്ടോ. പിന്നെ ഞാൻ ചോദിക്കാൻ വേണ്ടി നമ്മുടെ ഫെയർ ആൻഡ് ലവ്ലി ചേട്ടാ തേച്ചിട്ടുണ്ടോ? അത് തേച്ചോ? അത് തേക്കും. ഇത് രണ്ടും ഒരു ഫെയർ ആൻഡ് ലവ്ലി തേച്ചു, കുറച്ച് ലിപ്സ്റ്റിക്ക് ഇട്ടു, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. ഒരു പൊട്ടെടുത്തു, കുത്തി, ഒരു കുങ്കുമം ഇട്ടു. ഇതിലത്തെ സ്പീഡ് പറയുന്നതിൻ്റെ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്ത് തീരുട്ടോ എൻ്റെ മേക്കപ്പൊക്കെ. ഇവിടെ മറ്റുള്ളവരൊക്കെ ചെയ്തു കൊടുക്കാനും ചെയ്യാനും നിന്നിട്ടാണ് എൻ്റെ സമയം ഉള്ളതൊക്കെ പോകാട്ടോ. അങ്ങനെ ഒരു ചെറിയ ബ്ലാക്ക് പൊട്ട് കുത്തി ഇനി നമ്മളിത് സിന്ദൂരം തൊടും. ഇത് തന്നെ നമ്മുടെ ഫുള്ളും നമ്മൾ എങ്ങോട്ട് പോകുമ്പോഴുള്ള കൂടുതലും എവിടേക്ക് പോകുമ്പോൾ ഇത് തന്നെയാണ് കേട്ടോ നമ്മൾ സ്ഥിരം മേക്കപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ കുങ്കുമൊക്കെ ഇടൽ കഴിഞ്ഞു. ഇനി ഒരു ഡ്രസ്സൊക്കെ മാറി. ഇനി പിന്നെ ആകെ ഒരു കഷ്ടപ്പാടുള്ളത് നമ്മൾ ഹെയർ വെക്കണതാണ്. കുറച്ച് കഷ്ടപ്പാട്. ഞങ്ങളെല്ലാവരും കൂടി പുറത്ത് ഞാൻ ഇന്നാലും വീഡിയോ ഡ്രസ്സ് ഇന്ന് ഡ്രസ്സ് ഇത് തന്നെയല്ല. അപ്പോൾ ഞങ്ങൾ പോയി അതിൻ്റെ ഡ്രൈ ക്ലീൻ കഴിഞ്ഞ ഡ്രസ്സൊക്കെ മേടിച്ച് ബാഗിൽ വെച്ചിട്ടുണ്ട് കേട്ടോ.
ഇനിയിപ്പോ അത് മാസത്തിലൊരിക്കൽ കൂടെ ഒരുമിച്ചിട്ട് തേക്കാൻ നമ്മൾ കുണിക്കിന്റെ പൂമ്പാറ്റ കെട്ടി കാണിച്ചിരുന്നു. ശരിയായില്ല കേട്ടോ, നമുക്ക് ധൃതി അങ്ങനെ ശരി. എന്നാലും പൂമ്പാറ്റയുടെ എന്തെങ്കിലും ഹെയർ സ്റ്റൈൽ കേട്ടോ കെട്ടി നല്ല ഭയങ്കര ശരിക്കും പൂമ്പാറ്റയുടെ എന്തെങ്കിലും ചിക്കണി ചറങ്ങുന്നു കേട്ടോ. എങ്ങനെയുണ്ട് എനിക്ക് മൊത്തം വെള്ളല്ല പൂമ്പാറ്റ ഞാൻ മുടി നാശാക്കിക്കോ. സ്ഥിരം കരിമ്പീസ് കുടിക്കാൻ പോടുന്ന കേട്ടാ. കൈ മാറ്റി കുടിക്കുക. ചെക്കനല്ല ചേട്ടൻ. ചേട്ടനെ കണ്ടോന്ന് പറയാൻ എന്താ ചെക്കെന്ന് പറയുന്നത്? ചേട്ടൻ കുറച്ച് കുടിച്ചോ, ഇത് കുടിച്ചോ മതിയാ. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കുണിക്ക്? സൂപ്പർ. കുണിക്ക് സൂപ്പർ കേട്ടോ, അടിപൊളിയാ. പിടിച്ചോളത്തേക്ക് കുണിക്കാൻ പറ്റില്ല. കുണിക്കുന്ന പിടിക്കണേ, 2 കൈ ഉണ്ട് പിടിച്ചു കുടിക്കണേ. ആ പച്ച കരിമ്പായി അതിന്റെ ടേസ്റ്റ് വേറെ ഉണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാത്രി ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ തട്ടിക്കൂട്ടിയ ഫുഡെല്ലാം ആയിരുന്നു. ചോറ് തിളപ്പിച്ചിട്ടിരിക്കുക. അപ്പം നമ്മൾ രാത്രിക്ക് ഒരു ഹോട്ടലിൽ കയറിയിട്ട് എന്തെങ്കിലും ഇപ്പം പോയിട്ട് ഉണ്ടാക്കാൻ നിൽക്കേണ്ടതാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു പൊറോട്ടയും കുറച്ച് ബീഫ് കറി കഴിച്ചു കേട്ടോ. എന്നിട്ട് എന്താ വെച്ചാൽ 2 പൊറോട്ടയും മന്തി റൈസും അല്ലേ, കുറച്ച് മന്തിയുടെ റൈസും 2 പൊറോട്ടയും കുണുക്ക് മന്തിയും അൽഫാം പീസും കുഞ്ഞിനും അത് കഴിച്ചു കേട്ടോ. ഒരു ഹാഫ് മന്തി മേടിച്ചു, 4 പൊറോട്ടയും മേടിച്ചിട്ട് ഇതായിരുന്നു ഞങ്ങൾ മേടിച്ച ഒരു ബീഫ് കറി. ബീഫ് കറി അവിടെ ബാക്കി വന്നു. അതിൻ്റെ ഗ്രേവി മാത്രമേ ഞാൻ കൂട്ടിയുള്ളൂ കേട്ടോ. കുണിക്ക് പിന്നെ വീട്ടിൽ ഒരു 5 പൊറോട്ടയിൽ 5 പൊറോട്ട മേടിച്ചു. അതിൽ 1 പൊറോട്ട കുണിക്ക് വീട്ടിലേക്ക് കൊടുന്നു. ഇന്ന് കുണിക്ക് വീട്ടിൽ വന്നിട്ടാണ് കുണിക്ക് പൊറോട്ട കഴിച്ചത്. കുണിക്ക് ഭയങ്കര ഉറക്കം, വിളിച്ചിട്ട് എനിക്കണില്ല കണ്ടോ. അതിലൊരു പീസും അത് ചിക്കൻ കുണുക്കനും 1 പീസ് കുഞ്ഞുണ്ട്. ഞാൻ കണ്ടോ എനിക്ക് ബീഫ് കറി ഇത് ഗ്രേവി അവർ തരുന്നത് കേട്ടോ, റോസ്റ്റഡ് ആയിരിക്കുന്നത്. ആ ഗ്രേവി കൂട്ടിയിട്ടാണ് ഞാൻ പൊറോട്ട. എനിക്ക് അതാ പിന്നെ ഇഷ്ടമായത്. ഗ്രേവി എന്നു രസം, മറ്റേത് അത്രയ്ക്ക് ടേസ്റ്റ് തോന്നിയില്ല. ഗ്രേവി നല്ലതായിരുന്നു ബീഫിൻ്റെ. അപ്പോൾ അത് കൂട്ടിയിട്ട് ഞാനൊരു നൂൽ പൊറോട്ട കഴിച്ചു. അത്ര തന്നെ നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ എന്തോരം ഫുഡ് ഇതിൽ കാണുമ്പോഴേ ഭയങ്കരമായിട്ടുള്ള ഫുഡ് മേടിച്ച പോലെ ആയിരുന്നു. സത്യത്തിൽ ഇങ്ങനെയാണ്. ഒരു ഹാഫ് മന്തിയും 5 പൊറോട്ടയാണ് മേടിച്ചിട്ട്. 5 പൊറോട്ട പിന്നെയാണ് 1 പൊറോട്ട എക്സ്ട്രാ മേടിച്ചത്. അതൊക്കെ സാധാ പൊറോട്ട 2 നൂൽ പൊറോട്ട ആദ്യം മേടിച്ചത്. അങ്ങനെ ഉണ്ടായത് കേട്ടോ. അപ്പോൾ നല്ല നൂൽ പൊറോട്ട ആയിരുന്നു കേട്ടോ. പൊറോട്ട അടുത്ത് നല്ലതല്ലേ, സ്പാനയിലെ പൊറോട്ട നല്ലതായിരുന്നു. ബീഫിന് 19 രൂപയ്ക്ക് തോന്നുന്നു. എന്നാലും നല്ല പൊറോട്ട ആയിരുന്നു കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പിന്നെ ഒരു കട്ടൻ ചായ മേടിച്ച് കുടിച്ചിട്ട് ലാസ്റ്റിക്ക് ഭയങ്കര തലവേദന കഴിഞ്ഞപ്പോൾ ഞാൻ എന്നോട് ഒരു കട്ടൻ ചായ മേടിച്ചു തരും. ഞാൻ കട്ടൻ ചായ മേടിച്ച് കുടിച്ചു. കുണിക്ക് ഒരു നാരങ്ങ വെള്ളം മേടിച്ചിട്ട് തണുപ്പില്ലാത്തത്. കുണിക്ക് ലാസ്റ്റ് ആകുമ്പോൾ ഏനിച്ചു. പക്ഷേ കുണിക്കിന് പ്ലേറ്റ് കുണിക്ക് കഴിച്ചില്ല. ഞങ്ങളതൊന്ന് പാർസൽ ചെയ്ത് വരും. ഒരാളുടെ ഫേസിൽ കള്ളച്ചിരി ഉണ്ട്. എന്താ കാര്യം തന്നെ കള്ളച്ചിരി കാട്ടില്ല. എന്താണ് കേട്ടോ ഡ്രൈ ക്ലീനല്ല, അയൺ ചെയ്യാൻ കൊടുത്തു. ഡ്രൈ ക്ലീൻ തിരുമ്പി കൊണ്ട് കൊടുത്തു അയണിങ്. അപ്പം എന്നും പറയുമ്പോൾ എനിക്ക് ഷർട്ടില്ല. അപ്പം ഭയങ്കര കാണിച്ചാട്ടോ നോക്കട്ടെ. ഞാൻ ഇത് എടുത്ത് കാണിച്ചത് ഒന്ന് ഇങ്ങനെ പിടിച്ചത് ചേട്ടാ, പിടിച്ചത് ചേട്ടാ. ാണ് ആശാന്റെ കല്ല്. ഇത് ഞാൻ ഒതുക്കി വെക്കും, എന്നിട്ട് ഇതൊക്കെ അങ്ങനെ ഇങ്ങനെ വെക്കും. ഒന്ന് ഇറക്കിട്ട് ഒതുക്കല്ലേ ആണ് ഞാൻ ചെയ്തോണ്ട്. എന്നിട്ട് കൊറേ കാലമായിട്ടുള്ള സമ്പാദ്യമാണ് കേട്ടോ, അതും പറയാം. അതിനൊക്കെ സൂക്ഷിക്കണ. പിന്നെ ഞങ്ങൾ ഇതിനൊപ്പം സാരി എടുക്കുന്നത്, അപ്പൊ നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്ന് ഷേപ്പ് ചെയ്യുന്നുണ്ടല്ലേ. തേച്ചതല്ല ഇങ്ങനെ ഇടുന്നത്. 2 3 4 5 എന്നും പരാതി കേട്ടോ, അങ്ങനെ പെരുന്നത്. 5 6
അൽമാരൊക്കെ പൊളിക്കില്ല. കൊടുക്കേണ്ടത് കയ്യബദ്ധം. നല്ല എടുത്തുകാരുണ്ട്. മഞ്ഞ ഷർട്ട് കളർ മഞ്ഞ കാര്യായിട്ടാ. 7 8 9 ആശാനേ ജഗ ജഗ 9 കേട്ടോ. ഇപ്പൊ തേച്ച് കൊടുന്നിട്ടുള്ളത് കേട്ടാ കുഞ്ഞ. 9 ചേച്ചിടും കേട്ടോ. ഇത് ഇന്നത്തെയാ. 9 ചേട്ടൻ്റെ 9. ഇത് ഡ്രൈ ക്ലീൻ കൊടുക്കുന്നുണ്ട്. മറ്റേത് തേക്കാൻ കൊടുക്കുന്നു. 10 11 എന്ത് വിട്ടായി 12 13 14 15 16 പുളുക്കൻ്റെ എവിടെ ഇല്ല 16 17 പുളുക്കൻ്റെ ഒന്നുമില്ല. 18 ഇത് തന്നെ കൈയടഞ്ഞു. 19 പാൻ്റെ മുഖില്ല. അതൊന്നും ഇങ്ങോട്ട് വെച്ചില്ല. 20 21 22 ഇനി അവിടെ 23 24 25 26 27 ശരിയാ മിച്ചിയ. ഇനിയിപ്പോ തന്നെ പുതിയത് കൊറേ മുന്നേ അടിക്കാൻ കൊടുത്താട്ടാ. പക്ഷെ ഞങ്ങൾ അടിക്കാൻ മേടിക്കാൻ പോകാൻ എല്ലാത്തിനും മേടിച്ചില്ല. ഇത് കഴിയപ്പോ എന്റെ പങ്കിട്ട് പോയാ ഇട്ട് നോക്കൂ. കൈയിട്ട് അടിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ തുണിയത് മിഠായി വേണ്ടേ? പുളിമുട്ടിന് അടിച്ചു തന്നു. ബാക്കി എനിക്ക് ഉണ്ടാട്ടാ സാധനം അച്ഛന് പറ്റുള്ളൂ. ചാക്കാണോ നിങ്ങൾ എന്നിലെടുത്ത് അല്ല. പിന്നെ ഇനി മുണ്ടേട്ടാ. മുണ്ടാണ് എത്തണോ ഞാനുള്ള 5 6 7 8 9 11 12 13 സെറ്റ് സാരിയാണ്. സാരി 14 15 16 അലമാരി ഒന്ന് മേടിച്ചാൽ നമുക്ക് ബജാജ് ചേട്ടാ. ബജാജ് കാറിൽ ഒരു അലമാരി മേടിച്ചാലോ? കളയാനാ കളയാനെ കുഞ്ഞു കൊണ്ടുപോയി രസില്. പഞ്ചസാര പഞ്ചസാര പക്ഷെ ഇത് വേറെ ലുക്ക് നല്ല ലുക്ക് നല്ല ലുക്ക് ഉണ്ട്. നമ്മുടെ സായികുമാറിന്റെ ഇഷ്ടായില്ലേ?
ഷേവ് ചെയ്ത് ഡള്ളായിരിക്കുന്ന സമയല്ലേ ഇതൊക്കെ എടുത്തേക്കില്ല മണലന്മാരില്. അപ്പൊ ഇതൊക്കെ ഇനി അലമാരി നല്ലൊരു ചടങ്ങത്. പോക്കറ്റ് കേറിപ്പോയി അല്ലേ? ഭംഗിട്ടാ ഒരുമിച്ച് കിട്ടുക. എങ്ങനെ വേണം പൂച്ചക്കാലം ഉള്ള ഒരെണ്ണം കൂടി കൂടി ഒന്ന് ആലോചിക്ക്. എവിടെ നിന്ന് അതൊക്കെ കൂട്ടിക്കള്. എവിടെ രണ്ടെണ്ണം അപ്പൊ നോക്കിയോട്ടെ കേട്ടാ. അതിനുള്ള ഷർട്ട് കൊടുത്തായോ? കൊറേ കാലമായിട്ടുള്ള സമ്പാദ്യാണ് കേട്ടോ. അതും പറയാം. അതിനൊക്കെ സൂക്ഷിക്കുന്ന. പിന്നെ ഞങ്ങൾ ഇതിനൊക്കെ സാരി എടുക്കുന്നത്. അപ്പൊ നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്ന് ഷേപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? തേച്ചതല്ല ഇങ്ങനെ ഇടുന്നത്. രണ്ട് മൂന്ന് നാല് നാല് അഞ്ച്. എന്നും പരാതി കേട്ടോ. അങ്ങനെ പെരുന്നത് 5 6 കൊടുക്കേണ്ടത് കയ്യബദ്ധം. ഷർട്ട് കളർ മങ്ങിയ ഇല്ല. 7 8 9 ആശാനേ ജഗ ജഗ 9 കേട്ടോ. ഇപ്പൊ തേച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടാ കുഞ്ഞ. 9 ചേച്ചിയുടെ റൂമിൽ കേട്ടോ. ഇത് ഇന്നത്തെയാ. 9 ചേട്ടൻ്റെ 9. ഇത് ഡ്രൈ ക്ലീൻ കൊടുക്കുന്നുണ്ട്. മറ്റേത് തേക്കാൻ കൊടുക്കുന്നു. 10 11 12 13 14 15 16 16 17 കുണുക്കൻ്റെ ഒന്നുമില്ല. 18 ഇത് തന്നെ കൈ അടഞ്ഞു. 19 പാന നോക്കണ്ട. 20 21 22 ഇനി അവിടെ 23 24 25 26 ശരിയാ മിച്ചിയ. ഇനിയിപ്പോ തന്നെ പുതിയത് കൊറേ മുന്നേ അടിക്കാൻ കൊടുത്താട്ടാ. പക്ഷെ ഞങ്ങൾ അടിക്കാൻ മേടിക്കാൻ പോകാൻ നേരത്തെ മേടിച്ചില്ല. ഇത് കഴിയപ്പോ എന്റെ പങ്കിട്ട് പോയാ ഇട്ടോക്ക് കൈയിട്ട് അടിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ തുണിയത് അടിച്ചു ഏറ്റാ സാധനം. ചാക്കാണോ നിങ്ങൾ എന്നിലെടുത്ത് അല്ല. പിന്നെ ഇനി മുണ്ടേട്ടാ. മുണ്ടാണ് എത്തണോ ഞാനുള്ള 5 6 7 8 9 10
പതിനൊന്ന്, 12, 13. സെറ്റ് സാരിയാണ്. അതല്ലേ സാരി സാരി 14, 15, 16. അലമാരി തന്നെ മേടിച്ചാൽ നമുക്ക് ബജാജ് ചേട്ടാ. ഓ ബജാജ് കാറിലൊരു അലമാരി മേടിച്ചാലോ? അല്ല കുഞ്ഞിനോട് ഇതെന്ത് കളയാനാ കളയാനെ കുഞ്ഞു കൊണ്ടുപോയി രസില്. പഞ്ചസാര ചാക്കണം ആ പഞ്ചസാര ചാക്കണം പക്ഷെ ഇത് വേറെ look ആണ്. ഇതൊക്കെ നല്ല look ഉണ്ട്. നല്ല look ഉണ്ട്. നമ്മുടെ സായികുമാറിന്റെ ഉണ്ട്. ഇഷ്ടായില്ലേ? ഷേവ് ചെയ്ത് ഡള്ളായിരിക്കുന്ന സമയല്ലേ? ഇതൊക്കെ എടുത്തേക്കില്ല മണാലമാരില്. അപ്പൊ ഇതൊക്കെ ഇനി അലമാരി നല്ലൊരു ചടങ്ങത്. പോക്കറ്റ് കേറിപ്പോയി അല്ലേ അല്ലേ മാറ്റി വെച്ചിരുന്നു. ഭംഗിയുണ്ട് കേട്ടോ. എങ്ങനെ വേണം പൂച്ചക്കാലം ഉള്ള പോരെണ്ണം കൂടി കൂടി ഒന്നാലോചിക്ക്. പൂച്ചക്കാലം ഒരെണ്ണം കൂടി അവിടെ കിട്ടാണ്ട് എവിടെ നിന്ന് അതൊക്കെ കൂട്ടിക്കള്. കിട്ടാണ്ട് എവിടെ രണ്ടെണ്ണം ഇതേ ഓറഞ്ച് അത് കൂട്ടി. മാസം രാശിയുള്ള മാസം. അങ്ങനെ പനുവേണ്ട കള്ളി ഒതുക്കുന്ന പരിപാടിയാണ് കേട്ടോ. ദൈവം ഈ മുണ്ട് ഒതുക്കിയിട്ട് ഇത് എന്താ ചെയ്യുന്നത് അടിയിൽ നിന്ന് ഒറ്റ വലിയ എന്നിട്ട് അതൊക്കെ എടുത്തിട്ട് കണ്ടെത്താം. ഇതിപ്പോൾ അനുവേണ്ട ഒരു കള്ളിയിൽ നിന്ന് പോരാഞ്ഞിട്ട് അത് കുണക്കേണ്ടതിലും ഉണ്ടായിരിക്കും കുണിക്കേണ്ടതിലും ഉണ്ടായിരിക്കും. പക്ഷേ ഞാൻ അങ്ങനെ എപ്പോഴും കൊണ്ടുവന്നിട്ട് അങ്ങനെ ക്ലീനാക്കി കറക്റ്റ് ചെയ്ത് കിട്ടും. നമ്മൾ മാസം 1-2 പ്രാവശ്യം ഒക്കെ കഴുകിയിട്ട് തേക്കാൻ കൊണ്ടു കൊടുക്കും. പിന്നെ മുണ്ടുകൾ അതിനായിട്ട് കൂടുതലും ഇങ്ങനെ പാൻറ്റോ മറ്റുള്ള ഡ്രസ്സൊന്നും യൂസ് ചെയ്യില്ല കേട്ടോ. മുണ്ട് തന്നെയാണ് യൂസ് ചെയ്യുക. എനിക്കും അതിനായിട്ട് പാൻറ്റ് യൂസ് ചെയ്യുന്നതിൽ എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. എനിക്ക് കുട്ടിക്കാലം തൊട്ട് തന്നെ എനിക്ക് എന്നെ കല്യാണം കഴിക്കണ വെച്ചൊക്കെ ഹാഫ് കൈ ഷർട്ടും കസവ് മുണ്ടും എടുക്കുന്ന ആളാവണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ നേരെ വിപരീതമായിരുന്നു. മുണ്ടൊക്കെ തന്നെയാണെങ്കിലും അത്ര ഭംഗിയുള്ളൊരു മുണ്ടൊന്നും എടുക്കില്ല. കസവ് മുണ്ടൊന്നുമില്ല. ഇപ്പം ഹാഫ് കൈ ഷർട്ട് അതൊരു ഫുൾ കൈ ഷർട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മാറ്റി ഞങ്ങൾ ഹാഫ് കൈക്ക് ആക്കിയില്ല. നമ്മൾ കല്യാണം കഴിഞ്ഞ് പുതിയതിൽ തന്നെ ആക്കി. ബ്രൈഡ് കുന്നോളം തൃശ്ശൂർ ബ്രൈഡിന് അങ്ങനെ തുണിക്കട ഉണ്ടായിരുന്നു തോന്നുന്നു പണ്ട്. അവിടെ നിന്ന് പോയിട്ട് ഞങ്ങൾ ഒറിജിനൽ പട്ടിൻ്റെ തുണി എടുത്തിട്ട് ഹാഫ് കൈ ഷർട്ട് ഒരു കരിയും പച്ച ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ മുതലായിരുന്നു.